ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൺ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു സ്നാക്കായിട്ടാണ് കേട്ടോ. ഒരു മലബാർ, എസ്പെഷ്യലി കണ്ണൂരൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കലത്തപ്പം. അപ്പം ഞാനിന്ന് കുക്കർ കലത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസിയാണ് കേട്ടോ. അതിൻ്റെ നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചു നോക്കണം, ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു മാവ് തയ്യാറാക്കണം. അതിനാവശ്യ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ വേണ്ടത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ വേണ്ടത്. അപ്പോൾ 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മെഷർമെൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നല്ല ആഴമുള്ള കലത്തപ്പം കിട്ടുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ്, ഓക്കെ. 4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഇലക്ക് എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഇത്തിരി പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പം നമുക്ക് ഈ മാവ് റെഡിയാവും. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മളുടെ അരിപ്പൊടി എടുത്ത് കൊടുക്കുക, ഓക്കെ. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ചോറ് ഇട്ട് കൊടുക്കുക, വേവിച്ച. പിന്നെ തേങ്ങ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ ഇതിട്ട് കൊടുക്കുക, ജീരകവും ഏലക്കും പൊടിച്ചത് ഇട്ട് കൊടുക്കുക, ഓക്കെ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഓക്കെ. ഉപ്പ് അധികം വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു പിഞ്ച്. ഈ കലത്തപ്പത്തിൻ്റെ ബാറ്റർ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ. ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത ഗ്ലാസ്സില്ലേ, അതിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് തൊട്ട് 1.25 ഗ്ലാസ് വരെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര വേവിക്കാനായിട്ട് വേറെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ 1/4 ഗ്ലാസും കൂടി ഒഴിക്കാം. നമുക്ക് കുറച്ചൊരു ലൂസ് ബാറ്ററാണ് വേണ്ടത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ പറയാം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇടണം. അത് നമ്മൾ ലാസ്റ്റാണ് ഇതിൽ ചേർക്കേണ്ടത്, ഓക്കെ. അപ്പോൾ വെള്ളത്തിൽ ഞാൻ അടിച്ചെടുത്തപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വന്നത്. അപ്പം ഞാനിനി 1/4 കപ്പ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം, ഓക്കെ. ഇനി ഇത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം, ഓക്കെ. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇതുപോലത്തെ ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, ഓക്കെ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇടുന്നു അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും. ആൻഡ് കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞത് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം, ഓക്കെ. ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം കേട്ടോ. ചൂടാവട്ടെ, തണുപ്പ് ഇതായിരിക്കണം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കാം, തേങ്ങ ഇട്ടിട്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ബ്രൗണായി വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഇതാക്കുന്നത്. ഇനി ഞാനിത് മാറ്റാൻ പോകുന്നു. നമ്മൾ കരിക്കാൻ നിൽക്കുന്നത്, നമ്മൾ ഇനി കുക്കറിൽ ഇത് ഒന്നും കൂടി വേവിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ കുറേ ചിലത് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആണ്, സാരിയിൽ നമുക്കിനി എടുത്ത് മാറ്റാം, ഓക്കെ. ഇതിൽ തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം, ഓക്കെ. ഈ ഉള്ളിയും കൂടി വരുമ്പോഴാണ് ശരിക്കായി കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ജസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തൊരു പാനിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മളുടെ തേങ്ങയും ഉള്ളിയും റെഡി. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കത്തുള്ളൂ. മധുരം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 200 ഗ്രാം ശർക്കര പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ സൈഡിലൊക്കെ വെള്ളം എന്നാണ് പറയുന്നത്. 200 ഗ്രാം ശർക്കര ഇടാം. 4-5 ചെറിയ കട്ടയില്ലേ, എന്താ പറയുക, അച്ചെന്നാണോ പറയുക, അത് ഇടാം കേട്ടോ. 4-5. ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു 3 എണ്ണൊക്കെ ഇട്ടാൽ മതി. ഓക്കെ. 200 തൊട്ട് 250 ഗ്രാം വരെ ശർക്കര നിങ്ങൾക്ക് ഇടാം. ശർക്കര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി മെൽട്ടായിട്ട് വരട്ടെ. ശർക്കര മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഓക്കെ. ശർക്കര ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഓക്കെ. ശർക്കരയുടെ ചൂടാറാൻ പാടില്ല കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇടണം. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇടണം. ബേക്കിംഗ് സോഡ ഇട്ടാലാണ് ശരിക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരോട് കൂടി കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു പാൻ അവിടെ അലുമിനിയം കുക്കർ യൂസ് ചെയ്യണം. നല്ല അലുമിനിയം കുക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം കുക്കർ യൂസ് ചെയ്യണം. സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ അത് ഒരു പാനിൽ മുകളിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അലുമിനിയം കുക്കർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് നല്ല ചൂട് വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടാം. ഇത് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് നമ്മൾ വറുത്ത് ചെയ്യുന്ന നമ്മളുടെ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും ഉള്ളി ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ഇപ്പോൾ നോക്കൂ, ഇതിൽ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ബബിൾസ് വരുന്നുണ്ട്. ഓക്കെ. കുമിളകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെക്കാം. ഓക്കെ. കുക്കർ അടച്ചു വെക്കാം. ഇത് 1 മിനിറ്റ് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ബബിൾസൊക്കെ വന്ന് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ലോ ഓർ മീഡിയം ഫ്ലെയിമിലിടണം കേട്ടോ. എന്നിട്ട് ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ യൂഷ്വലി കലത്തപ്പം കുക്ക് ചെയ്യാനായിട്ട് ഒരു 12 to 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റീമൊക്കെ വരാൻ തുടങ്ങും. പക്ഷെ നിങ്ങളൊരു 12 മിനിറ്റ്സ് വരെയും കൂടി കുക്ക് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് എനിക്കിപ്പോൾ 6 മിനിറ്റ് ആയപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റീമൊക്കെ വന്നു തുടങ്ങി. ഇനി ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഗ്യാസ് അനുസരിച്ചിട്ട് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. അപ്പോൾ എനിക്കൊരു 6 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുക്കാവും. ഇപ്പം ചിലപ്പോൾ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ½ an hour ഒക്കെ കഴിഞ്ഞിട്ട് ഇത് തന്നെ ഇതിൽ നിന്ന് വിട്ടുപോരും. ഇതൊന്ന് കൂളാവട്ടെ. എന്നിട്ട് നമുക്കിത് എടുക്കാം. ഓക്കെ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ നടുവിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം. അപ്പം നമുക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇത് ഞാനിപ്പോൾ കലത്തപ്പം അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് വരണം. ഇതിനെയാണ് പറയുക ആര്. നല്ല ആര് വന്നിട്ടുണ്ട്. ഇതിനെയാണ് ആരുള്ള കലത്തപ്പം എന്ന് പറയുക. അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇതുപോലെ നല്ല ആരുള്ള കലത്തപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതെന്ന് പറയും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.